യെസ്, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള രസകരമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളും എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഭയങ്കര ലക്ഷറി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മളിതിൻ്റെ അകത്തേക്ക് കയറണം, എന്നിട്ട് ഈ ഡോറ് അടയ്ക്കണം. ഓക്കെ, അതിനുശേഷം മാത്രമേ നമ്മൾക്ക് ഈ ഒരു സിബ് തുറന്നകത്ത് കയറാൻ പറ്റുള്ളൂ. റീഗയുടെയും ഭദ്രയുടെയും രുദ്രയുടെയും ബബിൾ റൂം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Hi, welcome to Bubble Room Tour. എൻ്റെ ഈശ്വര, ആഹാ, ഇത് നോക്കി, എൻ്റെ ദൈവമേ. ഇതാണോ ബെഡ്? ഹെവി AC ഉണ്ട്. ഇത് നോക്കൂ, ഫുൾ നമുക്ക് ആകാശത്തേക്ക് നോക്കി കിടന്നുറങ്ങാം. ഇത് വ്യൂ ആണ് മോനെ, ഇത് റൂമിൽ നിന്നുള്ള വ്യൂ അല്ലേ, ഒരു കണ്ണാടിയുടെ വ്യൂ. സംസാരിക്കുമ്പോൾ എക്കോ ഉണ്ട്, അതാണ് കണ്ടോ. ഇവിടെ ഫ്രിഡ്ജുണ്ട്, ഹീറ്ററുണ്ട്, നമ്മൾക്ക് ബാക്കി കെറ്റിലെ പരിപാടികളെല്ലാം ഉണ്ട്. നല്ല ബെഡ്, നല്ല വൈറ്റ് ബെഡും, നല്ല ലക്ഷറി ഫീൽ ഉണ്ട് അല്ലേ. നമുക്ക് വേണമെങ്കിൽ രാത്രി ഇതെല്ലാം ക്ലോസ് ചെയ്ത് അതിൻ്റെ അകത്ത് കിടക്കാം. ഇത് ഓപ്പൺ ആക്കിയായിരിക്കും നമ്മൾ കിടക്കുന്നത്. മഴ പെയ്യുവാണെങ്കിൽ വേറെ ഫീലായിരിക്കും അല്ലേ. സൂപ്പർ എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല കേട്ടോ. എൻ്റെ ദൈവമേ, കവർ വെച്ച പോലെ ഫീൽ അല്ലേ. AC ആണ് ഇത്, അടിപൊളി പരിപാടി. ഇനി അടുത്തത് നമുക്ക് മെയിനായിട്ട് കണ്ട അടുത്ത സ്ഥലങ്ങൾ കാണിക്കൂ. കാണാൻ പോകുന്നത് രുദ്രയുടെ ടോയ്ലറ്റ്. നോക്കട്ടെ. ഇത് വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇവിടെ ഒരു വാഷ്, ഒരു നല്ല മിറർ, ഒരു നല്ല ക്ലോസറ്റ്, ഇവിടെ നല്ലൊരു ചെടി. പ്ലാസ്റ്റിക് ആണോ? ഇനി അപ്പോൾ നമുക്ക് ഇവിടെയും ഇനിയാണ് ഇതിന്റെ പണ്ടത്തെ കപ്പ് പോലെ ഉണ്ടല്ലേ. ഇനിയാണ് നമുക്ക് ഇവിടുത്തെ ഏറ്റവും അടച്ചു. ഇത് ഫുൾ ക്ലോസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അടുത്ത ഗംഭീര പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇതാണ് മോനെ ഹെവി പരിപാടി അല്ലേ. യെസ്, നന്നായിട്ടുണ്ട്. ഓപ്പൺ എയറിൽ നിന്ന് കുളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് സാധിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ ഒരു സോനാ ബാത്ത് ഉണ്ട്. നമുക്ക് സോനാ ബാത്തിലേക്ക് പോവാം. ആവശ്യമില്ല, എന്നാലും നമുക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി വെക്കണ്ടേ ആൾക്കാരെ. ഇതിൻ്റെ അകത്ത് കുളിച്ചിട്ട് എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് വന്നിരിക്കാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ കല്ലാണ്, ഇതിങ്ങനെ ഹീറ്ററാണ്. ഇതിങ്ങനെ അടയ്ക്കുക, കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്നിരുന്ന ഒരാവശ്യമില്ല നമുക്ക് ഇല്ല. ഇത് പക്ഷെ രസമായിട്ടുണ്ടല്ലോ. ഇതിൽ കുറച്ച് കത്തിക്കണല്ലേ, ശരിയാ, സോറി.
പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രൻ രുദ്രൻ റെഡി ആയിട്ടിരിക്കുകയാണ് ജാക്കൂസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. റെഡിയാണോ? എങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ. കമാൻ. ഓ സൂപ്പർ. ചൂടല്ലേ? ഒരു രക്ഷയില്ലാന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് എത്രത്തോളം ഇത് വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം അത്ര അടിപൊളിയാണ്. കുട്ടികൾ അവിടെ എൻജോയ് ചെയ്യാണ്. റീഖയും എല്ലാവരും നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെയാണ്. ജസ്റ്റ് റീഖ അതൊന്ന് കാണിക്കൂ. അതൊരു ഡാമിൻ്റെ ഏരിയയാണ്. ആ കാണുന്ന പച്ചപ്പല്ല, വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്. സോ അതെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുന്ന് കാണുമ്പോൾ. നല്ല രസകരമായിട്ടുള്ള മിസ്റ്റ്, നല്ലൊരു കാറ്റ്, ഒരു സുഖമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. എന്തുകൊണ്ടും ഞാൻ ഉറപ്പായിട്ടും എല്ലാവരോടും ഞാൻ എന്താ പറയുക, ഇത് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇതുപോലൊരു ടൂറോ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലെക്സ് ഗ്ലാം, ഇതൊരു ഗ്ലാം സ്റ്റേ ആണ് എന്ന് പറഞ്ഞാൽ. നമ്മളുടെ ഈ ഗ്ലാം സ്റ്റേ എന്ന് പറയുന്നത് ഒരു പുതിയ മോഡേൺ ഒരു തിങ്കിങ്ങിൽ വന്നിരിക്കുന്ന ഒരു സാധനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. ടെൻറ്റിൽ പോയിട്ട് നമ്മൾ താമസിക്കാറുണ്ട്. സോ ടെൻറ്റ് തന്നെ ഒരു ഗ്ലോബ് ഫീലിലേക്ക് കൊണ്ടുവന്നിട്ട് അതൊരു ബബിളാണ്, ഒരു എയർ നിറച്ചൊരു ബബിള്. അതിൻ്റെ അകത്ത് AC പരിപാടികളൊക്കെ, ലക്ഷറി, ഒരു 5 സ്റ്റാർ അമ്യൂണിറ്റീസ് ഉള്ള ഒരു സ്റ്റേ ആണ് അതിൻ്റെ അകത്ത്. ഭയങ്കര അടിപൊളിയാണ്. AC ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ 100% എല്ലാവരോടും പറയുന്നു ഇവിടെ വന്ന് താമസിക്കണം. ലെക്സ് ഗ്ലാം മൂന്നാർ അടിപൊളിയാണ്. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊക്കെ വേറൊരു ഫീലാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ നമുക്ക് വാട്സപ്പിലേക്ക് നമുക്കപ്പോൾ അവർ നമ്മളുടെ മെനു കാർഡ് എല്ലാം തരും. നമുക്കെല്ലാം ഫുഡെല്ലാം വരും. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മളുടെ ഈ ബബിൾ, നമ്മളുടെ സ്റ്റേ താമസിക്കുന്നിടത്തേക്ക് വരും. ഞങ്ങൾ എടുത്തിരിക്കുന്നത് സ്യൂട്ട് റൂമാണ്. 2 കാറ്റഗറി റൂംസാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പ്രീമിയം റൂംസും സ്യൂട്ട് റൂംസും. നമ്മൾ എടുത്തിരിക്കുന്ന സ്യൂട്ടാണ്. കാരണം പിള്ളേർക്ക് ഈ ജാക്കൂസി, ഓപ്പൺ ബാത്റൂം, അതേപോലെ തന്നെയുള്ള ഈ ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കി ഈ ജാക്കൂസി കാര്യങ്ങളെല്ലാം എല്ലാത്തിലുണ്ട്. ഈ സോന ബാത്തും ഓപ്പൺ എയർ ആയിട്ടുള്ള ബാത്റൂമും മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ഞാൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വ്ളോഗിങ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. കാരണം അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഏകദേശം 20,000+ ഒരു ദിവസത്തേക്ക് സ്റ്റേക്ക് വരും. അഹങ്കാരം കൊണ്ട് എടുത്തല്ലോ കേട്ടോ. ഇത് ഒരു വ്ളോഗ് ചെയ്ത് എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. കാരണം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റണമെന്നില്ല. പോകാൻ പറ്റാത്തവർക്ക് കാണാൻ പറ്റും. പക്ഷേ കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കി നിങ്ങളൊക്കെ വരണം. ഇത് കൊടൈക്കനാലുണ്ട് ഇവർക്ക് തന്നെ, ലെക്സ് ഗ്ലാമിന്. അത് അതിനേക്കാൾ ഭംഗി മൂന്നാർ തന്നെയാണ്. അത് കുറച്ചുകൂടി ഈ ഫ്രെയിമൊക്കെ ഉള്ളതാണ്. അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല. പിന്നെ ഇത് പകല് സമയം അത്ര ഞാൻ പറയുന്നില്ല അത്ര സൂപ്പറാണെന്ന്. കാരണം പകൽ സമയം വെയിലാണെങ്കിൽ നേരെ വെയിലടിക്കുന്നുണ്ട് അവരൊരു ഇതിൻ്റെ കവർ ഇടും. സോ കവർ ഇടുന്നതുകൊണ്ട് അത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതേസമയം വൈകുന്നേരമായാൽ വേറെ ലെവലാണ്. ഇവിടെ പിന്നെ 3 o'clock-നാണ് ചെക്ക് ഇൻ അല്ലേ? 3 o'clock-നാണ് ചെക്ക് ഇൻ, 11 o'clock-ന് ചെക്ക് ഔട്ട് ആണ്. സോ അതിന്റെ ടൈമിംഗ് അങ്ങനെ. പകലിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈവനിങ് ആൻഡ് വെളുപ്പിന് മോർണിംഗ് അത് അടിപൊളിയായിരിക്കും. മോർണിംഗ് ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെ. നൈറ്റും വേറെ വ്യൂ ആയിരിക്കും. പക്ഷെ എങ്ങനെയാണ് നമ്മളുടെ സ്കൈ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ക്ലൗഡി ആണോ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ കാണാൻ പറ്റുമോ? ക്ലൗഡിയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് അല്ലേ, മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയാണ് ലെക്സ് ഗ്ലാം. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കാണിക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റ് പരിപാടികളും ഇവിടെ ഫുഡ് ഇവിടെ വരുന്നുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട് അങ്ങനെ കുറിച്ചൊക്കെ പറയാം. പ്രൈവസി ഭീകരമാണ്, അത് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. കാരണം നമ്മളുടെ ഒരു ഇപ്പോൾ ബബിൾ സ്റ്റേയുടെ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് കാണാനോ അല്ലെങ്കിൽ അത് വളരെ വൃത്തിയായിട്ട് എല്ലാ വ്യൂവും ഒരേപോലെയാണ്. ഇപ്പൊ പ്രീമിയം എടുത്താലും സ്യൂട്ടർ എടുത്താലും എല്ലാ വ്യൂവും സെയിം ആണ്. 6 റൂംസേ ഉള്ളൂ, മൊത്തം 6 റൂംസേ ഉള്ളൂ. ഭയങ്കര ഇപ്പൊ ഈ പറയുന്ന എമൗണ്ട് ഒക്കെ പറഞ്ഞാലും ഫുൾ ടൈം ഫുള്ളാണിത്. ഞാൻ ഒരുപാട് കാത്തിരുന്നിട്ടാണ് ഇത് ബ്ലോക്ക് ചെയ്തത്. ആഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച 21,000 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആയിപ്പോയി.
പക്ഷേ എന്നാൽ പോലും ഇതൊരു ഫീല് തന്നെയാണ്. എല്ലാവരോടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, ഉറപ്പായിട്ടും നിങ്ങൾ വരണം. മൂന്നാറിലുള്ള ലെക്സ് ഗ്ലാം, മൂന്നാർ ദേവികുളം റോഡ് വന്ന് പൂപ്പാറയൊക്കെ കഴിഞ്ഞ് നമ്മളുടെ പൂപ്പാറ കഴിഞ്ഞ് ബോഡിമേട്ട് എത്തുന്നതിന്, ബോഡിമേട്ടാണ് ഏകദേശം ബോഡിമേട്ടിനോട് ചേർന്നിട്ടൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ സ്റ്റേ ഉള്ളത്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു നെറ്റ് ഇവർ ഇട്ടിട്ടുണ്ട്. ഈ നെറ്റ് 1000 കിലോ വരെ ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്നോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷെ എന്നാൽ കാലൊക്കെ ഭയങ്കര വേദനയാണ്, പിന്നെ ഒരു ചെറിയ പേടിയും ഉണ്ട്. താഴേക്ക് പോയാലുണ്ടല്ലോ പോയ വഴി പോട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മെയിനായിട്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചത്, വീണോടം വിഷ്ണു ലോകം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ വീണ് കിടക്കാൻ എനിക്ക് ഇവിടുന്ന് എഴുന്നേക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം. എന്താ പറഞ്ഞു വരുന്ന വഴി ഇവിടെ തന്നെ. ഓക്കെ, ഈ ലെക്സ് ഗ്ലാമ്പിലേക്ക് വരുന്നവർ വേറെ എവിടെയും പോകാനായിട്ട് ട്രൈ ചെയ്യണ്ട. കാരണം നിങ്ങൾ വരുന്ന മൂന്നാറിന്ന് വരുന്ന വഴിയെല്ലാം ബ്യൂട്ടിഫുൾ ആണ്. കാരണം ആ ദേവികുളം റോഡും ഗ്യാപ്പ് റോഡും അതൊക്കെ വലിയ റോഡുകളായതുകൊണ്ട് ഭയങ്കര ഹെവിയാണ്. പിന്നെ ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ ആ മാഗി കഴിച്ചതും, ഇതൊക്കെ വേറൊരു ഫീലാണ്. വേറെ എവിടെയും നമ്മൾ പോകേണ്ട കാര്യമില്ല, നേരെ ഇതുപോലെയൊക്കെ വന്നാൽ മതി. സൂപ്പറാണ്, വേറെ ലെവലാണ്. താങ്ക് യു സോ മച്ച്. നമ്മളുടെ ടീ കോഫി എല്ലാം വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് കാഫി കാഫി ടീ, എന്തൊക്കെയാണ് സമൂസ സമൂസ, ചിക്കൻ നഗറ്റ്സ്. ഇത് ഒരു ഉദ്രയുടെ ആയിരിക്കും. അങ്ങനെയെല്ലാം ഉണ്ട്. സോസ് കണ്ടില്ലേ, ഇത്രയും മനോഹരമായ ഒരു സംഭവം ഈ ഒരു മനോഹരമായ ലൊക്കേഷനിൽ ഇരുന്ന് ചാവടിക്കുമ്പോൾ വേറെ ഫീലായിരിക്കും. നമുക്ക് തുടങ്ങിയാലോ? യെസ്. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ആണോ? ബദ്ദുചേച്ചി നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കയറിപ്പോയപ്പം ബദ്ദുചേച്ചിക്ക് പേടി, അവിടുന്ന് വല്ല പുലി അവിടെ നിന്ന് ഇറങ്ങി വന്നായിരുന്നു അല്ലേ? ബൂസ്റ്റ്, ചായ, കോഫി, ഇറ്റാലിയൻ കോൾഡ് കോഫി. രാവിലെ തന്നെ ഒരു ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്.
ഇന്നലെ അടിപൊളി ഉറക്കമായിരുന്നു. ആകാശത്തേക്കൊക്കെ നോക്കി. എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഒന്നും കാണില്ല. അത്യാവശ്യം നല്ല രസമായിരുന്നു. ഇവിടെ മഴയോ കാര്യങ്ങളോ ഇല്ല. നമ്മുടെ എറണാകുളത്തൊക്കെ നല്ല മഴയും പരിപാടികളായിരുന്നു. മൂന്നാറിലും മഴ ചെറുതായിട്ട് പെയ്തു എന്ന് ശരത്ത് പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല. നൈസ്, അടിപൊളി, നല്ല സുഖമാണ് കിടന്നുറങ്ങാൻ. എന്താ പറയണ, ഒരു മൊത്തത്തിൽ കൊള്ളാം. 100% ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, എൻ്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ വർത്താണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു ദിവസം മതി. ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കാൻ ആഗ്രഹമുള്ളവർക്കാണ് ഇതും പറ്റുക. അതർവൈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും പിള്ളേർക്കൊക്കെ ബോറടിക്കാൻ തുടങ്ങും. പിന്നെ ഈ ജാക്കൂസിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിള്ളേരുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്, നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാൻ പറ്റും. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ച് അത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഇത് പോവും. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ അടിപൊളി ഒരു സംഭവം തന്നെയാണ്. ഒരു ദിവസം വന്ന് എല്ലാവരും താമസിക്കണം. ഇത് ലെക്സ് ഗ്ലാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഗ്ലാമ്പിംഗ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെൻറ്റിങ്, നമ്മൾ ഇപ്പോൾ ക്യാമ്പിംഗ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു സംഭവമായിട്ടൊക്കെയാണെന്നാണ് പറയണത് ഈ ഗ്യാമ്പിംഗ് എന്ന് വന്നിരിക്കുന്നത്. ലെക്സ് ഗ്ലാമ്പിംഗ് എന്നാണ് ഇതിൻ്റെ, ഗ്യാമ്പിംഗ് അല്ല ഗ്ലാമ്പിംഗ് എന്ന് വന്നിരിക്കുന്നത്. സോ മൊത്തത്തിൽ അടിപൊളിയാണ്. എന്നെ സംബന്ധിച്ച് ഇതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഏറ്റവും നല്ല വ്യൂ ഈ റൂമിന് തന്നെയായിരിക്കും. ഇതിൻ്റെ ബാക്ക് ഇത് സ്യൂട്ട് റൂമാണ്. ഇതിൻ്റെ അങ്ങോട്ടൊക്കെ സ്യൂട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കണ്ടോ, അതൊക്കെ പ്രീമിയം റൂംസാണ്. എല്ലാത്തിൻ്റെയും വ്യൂ ഒന്നാണ് എങ്കിലും നമ്മളുടെ ഈ ബബിൾ ഇരിക്കണത് ഏറ്റവും വ്യൂവിന് തൊട്ടടുത്താണ്. സോ അതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി അത് കാണാനും കണ്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനൊക്കെ പറ്റും അല്ലേ? അത് അടിപൊളിയല്ലേ? എനിക്ക് തോന്നുന്നു കണ്ടോ, ഇതിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇത് കണ്ടില്ലേ, അങ്ങനെ മുകളിലൊക്കെ ആണെങ്കിലും ഏറ്റവും വ്യൂ ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഇനി എനിക്കറിയില്ല നമ്മൾ നോക്കുന്നതിൻ്റെ ആണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ വ്യൂ ഉള്ള ഒരു ബബിള്. താങ്ക് യു. അടിപൊളി. യെസ്, കൊള്ളാലോ. എടുത്ത 10 രൂപ എടുക്കണമെങ്കിൽ മോക്ക് കഴിക്കണം, കഴിച്ചു. ഇനി സാമ്പാറൊക്കെ ഉണ്ട്. അടുത്ത ഗീ റോസ്റ്റ്. താങ്ക് യു. ചോക്കോസ് വന്നു, കോൺഫ്ലെക്സ് വന്നു. താങ്ക് യു. താങ്ക് യു. എന്താ അപ്പോൾ നമ്മളുടെ ഈ ഒരു ലെക്സ് ഗ്ലാമ്പിലെ സ്റ്റേ ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡും തീരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? സംഭവം പൊളിയല്ലേ? അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ തകർത്ത് എന്ന് തന്നെ പറയാം. എങ്ങനെയുണ്ടായിരുന്നു രുദ്ര? സോ അവർ രാവിലെ ആകുമ്പോൾ അവർ നമ്മളുടെ ഇതിൻ്റെ മുകളിലേക്കുള്ള കവറും കാര്യങ്ങളൊക്കെ ഇടും. കാരണം ഈ വെയിൽ നേരെ അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചൂടായിരിക്കും അകത്ത്. കാരണം ഇത് പ്ലാസ്റ്റിക്കും കൂടിയല്ലേ. സോ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ലെക്സ് ഗ്ലാം ഞാൻ അവരുടെ ഫോൺ നമ്പേഴ്സും ഡീറ്റെയിൽസും കൊടുക്കാം. ഞാൻ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് വന്നത്, മേക്ക് മൈ ട്രിപ്പിൽ എടുത്താണ് വന്നത്. സോ അതിലേയും നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ഫോൺ നമ്പർ അവരെ വിളിക്കുക.
അവൈലബിലിറ്റി ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ എപ്പോഴും ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ് കാര്യങ്ങൾ നോക്കി തന്നെ എടുക്കണം. വേറൊന്നും പറയാനില്ല. ഞങ്ങൾ ഈ അവധി തീരുന്നേക്കാൻ മുമ്പ് ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് വന്നതാണ്. വേറെ എവിടെയും പോയിരുന്നില്ല. സംഭവം കിടുവായിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളി.